ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് ചക്കക്കുരു ഒക്കെ ആയിട്ടോ വന്നേക്കണത്. അപ്പോൾ നമുക്ക് മിക്കവർക്കും ചക്കക്കുരു നന്നാക്കി എടുക്കാനായിട്ട് നല്ല മടിയുണ്ടല്ലേ. അത് ക്ലീൻ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ കറിയൊക്കെ വയ്ക്കാൻ ഇൻട്രസ്റ്റ് ആണ്, പക്ഷെ അത് ക്ലീനാക്കി കിട്ടാനൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് ഒരു എളുപ്പപ്പണിയാട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഈ ചക്കക്കുരു എടുത്തിട്ട് നമ്മുടെ എല്ലാ വീട്ടിലും ഉണ്ടല്ലോ ഇടികല്ല്, അപ്പോൾ അതിലേക്ക് വെച്ചിട്ട് ഇതേപോലെ രണ്ട് പ്രാവശ്യം ഒന്ന് ഇടിച്ചു കൊടുക്കുക. അപ്പോൾ തന്നെ അതിൻ്റെ ഏറെക്കുറെ എല്ലാ തോലും ഇങ്ങോട്ട് പോകും കേട്ടോ. പിന്നെ അതങ്ങനെ മുറത്തിലേക്ക് ഇടാണ്. ഇനിയിപ്പോൾ ഇടികല്ലില്ലെങ്കിൽ അമ്മിക്കല്ലയിൽ വെച്ചിട്ടാണെങ്കിലും ചതയ്ക്കാം. അമ്മിക്കല്ലാണ് ഇപ്പോൾ എല്ലായിടത്തും ഇല്ലാത്തത്, ഇപ്പോൾ ഇടികല്ല് എല്ലായിടത്തും. അപ്പോൾ ഇതുപോലെ ചതച്ച് കൊടുത്താൽ മതി. അങ്ങനെ നമ്മളിത് ഓരോന്നും എടുത്ത് ചതച്ചിട്ട് ഈ മുറത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഇതെല്ലാം ഇങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അടുത്ത് തന്നെ ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ തോല് കണ്ടോ പെട്ടെന്ന് ഇങ്ങോട്ട് പോരും. അത് നമുക്ക് ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന ചക്കക്കുരുക്കളാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഇടിക്കുമ്പോൾ തന്നെ അതിൻ്റെ തോല് പോകും. നനവോട് കൂടിയിട്ടുള്ള ചക്കക്കുരു ആണെങ്കിൽ നമുക്ക് ഒരു കത്തി വെച്ചിട്ട് ഇങ്ങനെ തെന്നിച്ചു കൊടുത്താൽ മതി. അപ്പോഴും അത് ഈസി ആയിട്ട് തന്നെ പൊക്കോളും. അപ്പോൾ നനഞ്ഞ കുരു ആണെങ്കിലും ഉണങ്ങിയതാണെങ്കിലും ഏതായാലും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തോല് കളയാൻ നല്ല ഈസി ആട്ടോ. ഇപ്പോൾ ഈ വെളുത്ത തോല് മാത്രം കളഞ്ഞിട്ട് കറി വയ്ക്കണവരും ഉണ്ട്. ഈ ചുമന്ന തോലും ചെത്തി കളഞ്ഞിട്ട് ചീകി കളഞ്ഞിട്ട് അങ്ങനെയും കറി വയ്ക്കണവരുണ്ട്. അപ്പോൾ തോരനൊക്കെ വയ്ക്കുമ്പോൾ ഞാൻ ഈ ചുമന്ന തോല് ചീകി കളയാൻ നോക്കാറുണ്ട്. പിന്നെ സമയമില്ലെങ്കിൽ ചെയ്യാറില്ല കേട്ടോ. ഇപ്പം ഞാനിതിങ്ങനെ തോലോടുകൂടി തന്നെ കറി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ തോല് കളയാതെ തന്നെ കറി വെക്കണതാണ് നല്ലതെന്ന് കേട്ടോ എല്ലാവരും പറയണത്. കാരണം ഈ ചക്കക്കുരു കഴിക്കുമ്പോൾ നമുക്ക് ഈ ഗ്യാസ് ട്രബിളിൻ്റെയൊക്കെ പ്രോബ്ലംസൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് പരിഹരിക്കാൻ ഈ തോലിന് പറ്റുമെന്ന്. ഈ തോലോടുകൂടി വേവിക്കുകയാണെങ്കിൽ അത്രയ്ക്കും ഉണ്ടാവില്ല ബുദ്ധിമുട്ടെന്നാണ് പറയണത്. എങ്ങനെയായാലും ഞാനിപ്പോൾ തോല് കളയണില്ല, ഇങ്ങനെ തന്നെ. ഇപ്പോൾ ഞാനിത് മൊത്തത്തിൽ ആ ചക്കക്കുരു ക്ലീനാക്കി എടുത്തിട്ട് ആവശ്യത്തിന് മാത്രം ഇപ്പോൾ കറിയിലേക്ക് എടുക്കുക. ബാക്കി എനിക്ക് വേവിച്ച് വയ്ക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ച് ഒന്നായിട്ട് അങ്ങോട്ട് വേവിച്ച് വയ്ക്കുക. അപ്പോൾ ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് അടുത്ത ദിവസം കറി വയ്ക്കാൻ എടുക്കുക. ഇപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ളതും എടുക്കുക. അപ്പോൾ ചെയ്യുമ്പോൾ ഒന്നായിട്ട് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനതങ്ങനെ ക്ലീനാക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കിതൊക്കെ ക്ലീനാക്കി കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു ഷോപ്പിങ്ങിനൊക്കെ പോകാനുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ധൃതിയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഇടികല്ലയിൽ എടുത്തിട്ട് വേഗം ചെയ്തത്. കണ്ടോ, പറഞ്ഞ നേരം കൊണ്ട് നമ്മളത് ക്ലീനാക്കി കഴിയും. ഒട്ടും ബുദ്ധിമുട്ടില്ല. അതെല്ലാം നമ്മളിങ്ങനെ കത്തി വെച്ചിട്ട് ചെയ്യാനിരിക്കുമ്പോൾ ഒരുപാട് സമയം പോകും. ഇത് ഈസി പരിപാടിയാട്ടോ. അപ്പോൾ ഇനി ഇത് ബാക്കി എനിക്ക് ഫ്രിഡ്ജിലേക്കും വയ്ക്കാം. ഇനി അതിൽ പണിയുണ്ടല്ലോ. അപ്പോൾ ഇന്നിത് കറി വയ്ക്കാനായിട്ട് പോണത് മാങ്ങയും മുരിങ്ങക്കായും കുമ്പളങ്ങയും പച്ചമുളകും ചെമ്മീൻ, ഉണക്ക ചെമ്മീനൊക്കെ ചേർത്തിട്ടാണ് കറി വയ്ക്കാൻ പോണത്. അപ്പോൾ ഞാൻ അതിൻ്റെ കഷ്ണങ്ങളൊക്കെ ക്ലീനാക്കിയിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിക്കാനായിട്ട് വയ്ക്കുകയാണ്. അപ്പോൾ അതവിടെ ഇരുന്ന് വേവണ സമയം കൊണ്ട് എനിക്ക് വേറൊരു ജോലിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മച്ചി കുറച്ച് കപ്പ കൊടുത്തു വിട്ടിട്ടുണ്ടായി. അപ്പോൾ ഇനി അത് തൊണ്ട് കളഞ്ഞ് അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചേക്കാമെന്ന് വിചാരിച്ച് ഞാനിപ്പോൾ ആ ജോലി അതിൻ്റെ ഇടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ തിളച്ചൊരു പകുതി വേവൊക്കെ ആയിട്ടുണ്ട്. ഈ സമയത്തിന് ഇതിലേക്ക് ആവശ്യമുള്ള ചക്കക്കുരു ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങ അരച്ച് വെക്കണ കറി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ചക്കക്കുരു ഇടണില്ല, പാകത്തിന് മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് വീണ്ടും നന്നായിട്ട് തിളപ്പിക്കാൻ വെക്കണം. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഈ ചക്കക്കുരുവിലേക്കും പിടിച്ചോളും. ആ ബാക്കി കഷ്ണങ്ങളുടെ വേവും ആ കൂടെ കിടന്ന് വെന്തോളും. അതിനുശേഷം നമുക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ കറിയിലേക്ക് എരിവിന് പച്ചമുളക് മാത്രമായിട്ട് ചേർത്തിട്ടുള്ളൂ, മുളക് പൊടി ഒന്നും ചേർത്തിട്ടില്ല. ഇപ്പോൾ അരപ്പിൻ്റെ കൂടെ ഒരു ഉള്ളി മാത്രം അരച്ച് ചേർത്ത അരപ്പാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഈ കറി നമ്മൾ ലാസ്റ്റ് താളിക്കാൻ നേരത്ത് നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് താളിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അരപ്പൊക്കെ കൂട്ടി ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ട്, എല്ലാം റെഡിയായി. ഇനി അരപ്പ് തിളച്ച് വരുമ്പോൾ താളിച്ചൊഴിക്കാം. അപ്പോൾ ആ താളിപ്പിൽ ഞാൻ കടുകും കറിവേപ്പിലയും കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്താട്ടോ താളിച്ചെടുക്കണത്. വറ്റൽമുളകും വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ അങ്ങനെ മുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ആ കറിയുടെ കളറും ചേഞ്ചാവും, കാണാൻ നല്ല ഭംഗിയാവും കറി. നമ്മൾ മുളക് പൊടി ഉപയോഗിക്കും വളരെ കുറവും മതി. പച്ചമുളക് ഇട്ടാണല്ലോ വേവിച്ചിട്ടുള്ളത്. അങ്ങനെ ആ താളിച്ചൊക്കെ ഒഴിച്ചിട്ടുണ്ട്, കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, കറി ആകെ മൊത്തം മാറി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റായിട്ട് ഈ കറി. നമുക്ക് മഴക്കാലത്തൊക്കെ ഇങ്ങനത്തെ കറികൾ മാത്രം മതി, വയറ് നിറയെ ഊണ് കഴിക്കാൻ പറ്റും. പിന്നെ ഇതിലേക്ക് ഒരു പപ്പടം കൂടി ഉണ്ടായി, അപ്പോൾ അതും കൂടി വറുത്ത് വെച്ചിട്ടുണ്ട്. തണുത്തു അത് ടിന്നിലൊക്കെ അടച്ചു വെച്ചു. പിന്നെ ഞാൻ ഷോപ്പിങ്ങിനൊക്കെ പോയിട്ടോ. ചെറിയൊരു ഷോപ്പിംഗ് ആയിരുന്നു. അത്യാവശ്യം സാധനങ്ങളൊക്കെ തീർന്നത്, ആവശ്യമുള്ളത് മാത്രം മേടിച്ചിട്ട് വന്നിട്ടുണ്ട്.
അപ്പോൾ നല്ല പച്ച മാങ്ങ കണ്ടപ്പോൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു ഷേപ്പ് വ്യത്യാസം തോന്നി. അതിൻ്റെ ചുണ്ടൊക്കെ കൂർത്ത് ചുമപ്പും പച്ചയും കൂടി ചേർന്ന കളറുള്ള മാങ്ങയായിരുന്നു. അപ്പോൾ പുളി എങ്ങനെയാണെന്ന് അറിയില്ല, കണ്ടപ്പോൾ വാങ്ങിയിട്ട് വന്നതാണ്. ഇത് ഇവിടെ നമ്മുടെ നാടൻ മാങ്ങയല്ല കേട്ടോ ഇത്, അതുകൊണ്ടാണ് അത് കണ്ടപ്പോൾ ഒരു കൗതുകം. പിന്നെ ഞാൻ പോയപ്പോൾ കപ്പ വേവിച്ച് വെച്ചിട്ടാട്ടോ പോയത്. അപ്പോൾ ഇനി വൈകുന്നേരം കുട്ടികൾ വരുമ്പോഴത്തേനും ചായക്ക് അത് റെഡിയാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഊണൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കപ്പ റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീണ്ടും അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം.